ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരാഴ്ചത്തെ എൻ്റെ കോളേജ് ഔട്ട്ഫിറ്റ് സ്റ്റൈലിംഗ് വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്, മൺഡേ ആണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ സാരിയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു സാരിയാണ്. ആ സാരിയുടെ കൂടെ തന്നെ ഉള്ള ബ്ലൗസാണ് ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ ഓർണമെൻറ്റ്സും ഹെയർ സ്റ്റൈലും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സാരിക്ക് മാച്ച് ആകുന്ന രീതിക്ക് ഒരു ഗോൾഡൻ കളർ നോർമൽ ഒരു ഇയർ റിങ്സ് ആണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു സിൽവർ കളറിലുള്ള ഒരു ബാംഗിളും നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ ഒരു വാച്ചും ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. കാരണം ഉടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലുള്ള സാരിയാണ്. മേക്കപ്പ് ഒന്നും ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നില്ല. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ ഫേസിൽ മേക്കപ്പായിട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ടാൽക്കം പൗഡറും അതുപോലെ കാജലും പൊട്ടും ലിപ്സ്റ്റിക്കും മാത്രമാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സാരി നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്ക് എന്തായാലും ഈ ഒരു ഫസ്റ്റ് ഔട്ട്ഫിറ്റ് നല്ല രീതിക്ക് തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെക്കൻഡ് ഡേ ട്യൂസ്ഡേയിലെ ഔട്ട്ഫിറ്റ് നോക്കാം. സെക്കൻഡ് ഡേ ഞാനൊരു കുർത്തിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ മീഷോയിൽ നിന്ന് കോംബോ ആയിട്ട് വാങ്ങിച്ച 6 കുർത്തീസിൽ നിന്ന് ഈ ഒരു യെല്ലോ കളർ കുർത്തിയാണ് ഞാൻ ഈ ഒരു ഡേ ഇട്ടിട്ടുണ്ടായിരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഹൂപ്സിൻ്റെ ഇയറിങ്സ് ആണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ബാംഗിൾസും അതുപോലെ വാച്ചെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട സെയിം തന്നെയാണ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കാഷ്വൽ വെയർ ആയിട്ടാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് ഞാൻ പെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കുർത്തിയും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളർ വൈറ്റ് ലെഗ് പാൻസും ആണ് ഞാൻ ഇതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടൊക്കെ ഫീൽ ചെയ്യിക്കാനായിട്ട് ഇതുപോലുള്ള കുർത്തീസും വൈറ്റ് ലെഗ് പാൻസൊക്കെ ഇടുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു സ്കാർഫും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു ഡാർക്ക് ബ്ലൂ കളറിൽ വരുന്ന ഒരു സ്കാർഫാണ്. ഹെയർ സ്റ്റൈൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആക്കാനായിട്ട് ഒരു പോണി ടെയിലാണ് കെട്ടിക്കൊടുത്തിട്ടുള്ളത്. മേക്കപ്പ് ഒന്നും അധികമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ടാൽക്കം പൗഡറും അതുപോലെ തന്നെ കാജലും ലിപ്സ്റ്റിക്കും പൊട്ടും മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വാച്ചും വളയും ഒന്നും ഞാൻ ഡ്രസ്സിന് അങ്ങനെ അധികം മാച്ചാക്കി ഇടുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഈ സിൽവർ കളർ ബാംഗിളും അതുപോലെ തന്നെ ആ ഒരു ബ്ലാക്ക് വാച്ചുമാണ് ഞാൻ ഡെയിലി ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ലുക്കും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. തേർഡ് ഡേ ഔട്ട്ഫിറ്റ് നോക്കാം. ഇതൊരു വെനസ്ഡേ ആണ്. അപ്പോൾ ഇന്നും ഞാൻ സാരിയാണ് കൊടുത്തിട്ടുള്ളത്. ഒത്തിരി കളർഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. അത് മാത്രമല്ല നമുക്ക് ഈസി ആയിട്ട് ഉടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയൽ വരുന്ന സാരിയാണ് ഇത്. വളയും വാച്ചും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സെയിം തന്നെയാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. രാവിലെ ഞാൻ തല കുളിച്ചതുകൊണ്ട് തന്നെ ഹെയർ സ്റ്റൈൽ അധികം വേറെ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. ചീപ്പൊന്നും യൂസ് ചെയ്യാതെ കൈ വെച്ചിട്ട് തന്നെ ഒരു മെസ്സി ആയിട്ട് വെറുതെ ഒന്ന് ബാക്കിലേക്ക് വലിച്ചതിന് ശേഷം ഒരു ക്ലച്ച് ക്ലിപ്പ് ഇട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇതും നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാരി സ്റ്റൈലിംഗ് ആണ്. ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു കമ്മലാണ് ഞാൻ ഈ ഒരു സാരിയുടെ കൂടെ പെയർ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ കോളേജിൽ പോകുമ്പോൾ ഇതുപോലെയാണ് ഡെയിലി വളരെ സിമ്പിളായിട്ടുള്ള ഔട്ട്ഫിറ്റ്സും അതുപോലെ ഓർണമെൻറ്റ്സൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുന്ന ദിവസം മാത്രമാണ് കുറച്ച് ഹെവി ആയിട്ടുള്ള ഓർണമെൻറ്റ്സും മേക്കപ്പും അതുപോലെ ഡ്രസ്സൊക്കെ ഔട്ട്ഫിറ്റ്സൊക്കെ ഞാൻ സ്റ്റൈൽ ചെയ്യുന്നത്. ഈ ഒരു സാരി ലുക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു
ഔട്ട്ഫിറ്റ് ഇഷ്ടമായോ എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്ക് എന്തായാലും നല്ല രീതിക്ക് തന്നെ ഇത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ 4th ഡേ തേഴ്സ്ഡേയുടെ ഔട്ട്ഫിറ്റ് നോക്കാം. ഇതൊരു ലേസി ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. റെഡി ആവാനും കോളേജിൽ പോകാനൊക്കെ കുറച്ച് മടി പിടിച്ച ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഈ ഒരു ദിവസവും ഞാൻ ഈ ഒരു കുർത്തിയാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ കാണിച്ച ആ പെയറിൽ നിന്നുള്ള കുർത്തി തന്നെയാണ്. മീഷോയിൽ നിന്ന് വാങ്ങിച്ച ആ കോംബോ പാക്കിൽ വരുന്ന കുർത്തീസാണ് ഞാൻ ഇപ്പോൾ കൂടുതലും കോളേജിൽ യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് വളരെ ഈസി ആയിട്ട് ഇടാനും അതുപോലെ തന്നെ കഴുകാനൊക്കെ വളരെ ഈസിയാണ്. ഈ കുർത്തി സെറ്റിൻ്റെ വ്ളോഗ് ഞാൻ കംപ്ലീറ്റ് വീഡിയോ ആയിട്ട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു മടി പിടിച്ച ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ ഇട്ട ആ സെയിം ഇയറിങ്സ് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഹെയർ സ്റ്റൈൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഒരു സ്ലൈഡ് വെച്ചതിന് ശേഷം ഒരു ലോ പോണിറ്റെയിലാണ് കെട്ടിക്കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു കുർത്തിയുടെ കൂടെ ഒരു ദുപ്പട്ടയും കൂടെ ഞാൻ സ്റ്റൈൽ ചെയ്യുകയാണ്. ഈ ഒരു റെഡ് കളറിൽ വരുന്ന ദുപ്പട്ടയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. റെഡ് പാൻറ്റും റെഡ് ദുപ്പട്ടയാണ് ഈ ഒരു കുർത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൈൽ ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു ഫ്രണ്ട് ചെസ്റ്റിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ആകുന്ന രീതിക്കാണ് ഞാനിവിടെ ദുപ്പട്ട സെറ്റ് ചെയ്യുന്നത്. രണ്ട് സൈഡും ഇതുപോലെ എടുത്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പിൻ വെച്ച് രണ്ട് സൈഡും പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ആ ഒരു കുർത്തിയുടെ കംപ്ലീറ്റ് ലുക്ക്. പാൻറ്റും ദുപ്പട്ടയും മാത്രമാണ് റെഡ് കളറിൽ എടുത്തിട്ടുള്ളത്. ബാക്കി ഓർണമെന്റ്സ് ഒക്കെ സെയിം തന്നെയാണ് ഞാൻ പെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഷൂസും കൂടെ പെയർ ചെയ്തിട്ടുണ്ട്. ബ്ലൂ കളറിൽ വൈറ്റ് സ്ട്രിപ്സ് വരുന്ന ഷൂസാണ്. ഇതും മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. 100 സംതിങ് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് റെഡി ആവാൻ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഔട്ട്ഫിറ്റ്സും ഓർണമെൻറ്റ്സും ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാവുന്നതാണ്. എനിക്ക് മടി പിടിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ ഇതുപോലെയാണ് കൂടുതലും എൻ്റെ ഡ്രസ്സും ഔട്ട്ഫിറ്റ്സും അതുപോലെ തന്നെ ഓർണമെൻറ്റ്സൊക്കെ ഞാൻ സെറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എനിക്കെന്തായാലും ഇഷ്ടമായിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഡേ ഫ്രൈഡേയിലെ ഔട്ട്ഫിറ്റ് നോക്കാം. ഫ്രൈഡേയും ഞാൻ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ലൂസ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കുർത്തി ഒത്തിരി വർഷങ്ങൾക്ക് മുൻപേ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. 2 കുർത്തീസായിട്ടാണ് വരുന്നത്. ഒന്ന് ഈ ഒരു ബ്ലൂ കളറും പിന്നെ ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഒരു കുർത്തിയാണ്. അപ്പം ഞാൻ എന്നും യൂസ് ചെയ്യുന്ന വാച്ചും വളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സെക്കൻഡ് ഡേ യൂസ് ചെയ്ത ആ ഒരു ഹുക്സ് വരുന്ന ഇയറിങ്സ് ആണ് വീണ്ടും ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് മുടിയൊന്ന് എടുത്ത് ബാക്കിലേക്ക് ഒരു സ്ലൈഡ് വെച്ചതിന് ശേഷം ബാക്കി കംപ്ലീറ്റ് മുടിയും ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ബൺ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒരു ലോ പോണിറ്റെയിൽ പോലെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കുർത്തിയുടെ കൂടെയും നമുക്ക് ദുപ്പട്ട സ്റ്റൈൽ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബ്ലാക്ക് കളർ ദുപ്പട്ടയാണ് ഈ ഒരു കുർത്തിയുടെ കൂടെ പെയർ ചെയ്യുന്നത്. ഇതും ഒരു മടി പിടിച്ച ദിവസമായതുകൊണ്ട് തന്നെ പിൻ വെക്കാനൊന്നും ഒട്ടും മൂടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് വെറുതെ ഒന്ന് 2 സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്.
ഇതാണ് നമ്മുടെ ഈ ഒരു കുർത്തിയുടെ കംപ്ലീറ്റ് ലുക്ക്. പാൻറ്റും ദുപ്പട്ടയാണ് ബ്ലാക്ക് കളറിൽ എടുത്തിട്ടുള്ളത്. അതിനുശേഷം കുറച്ച് നല്ല ലൂസായിട്ടുള്ള ഒരു കുർത്തിയാണ് ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ളത്. നല്ല ചൂടുള്ള ദിവസമൊക്കെ കുറച്ച് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള മെറ്റീരിയൽസിലുള്ള ഇതുപോലെ സോഫ്റ്റ് മെറ്റീരിയൽസിലുള്ള കുർത്തീസൊക്കെ നിങ്ങൾക്ക് പെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരാഴ്ചത്തെ കോളേജ് ഔട്ട്ഫിറ്റ്സ്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കോളേജ് ഔട്ട്ഫിറ്റ്സ് സ്റ്റൈൽ ചെയ്യുന്നത്. ആരും കണ്ടിട്ടില്ലാത്തതും ആരും ചെയ്തിട്ടില്ലാത്തതുമായ ഔട്ട്ഫിറ്റ്സ് ഒന്നും അല്ല ഞാനിവിടെ സ്റ്റൈൽ ചെയ്യുന്നത്. നമുക്ക് കംഫർട്ടബിളായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ആണ്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഔട്ട്ഫിറ്റ്സുകളാണ് ഞാൻ ഈ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുള്ളത്. എന്നെപ്പോലെ കോളേജിൽ പോകാൻ മടിയുള്ളവർക്കൊക്കെ ഇതുപോലുള്ള സിമ്പിൾ ഔട്ട്ഫിറ്റ്സ് ഒക്കെ സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരാഴ്ചത്തെ ഔട്ട്ഫിറ്റ് ഐഡിയാസ്. നിങ്ങൾക്ക് ഈ ഒരു 5 ദിവസത്തിൽ ഏത് ഔട്ട്ഫിറ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്നുള്ളത് മറക്കാതെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. Bye!